അഞ്ജു വല്ലപ്പോഴും ഒക്കെ സോഷ്യൽ മീഡിയ ഒന്ന് ഊർജ്ജമാക്കുന്നത് നമ്മുടെ നടൻ ബാല തന്നെയാണ്. ഇങ്ങനെ ഒരു വെബ് സീരീസ് പോലെ ഇടയ്ക്ക് ബാലയുടെ വിഷയങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വരും. അത് സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകരാണ് ഇപ്പൊ ആ ഒരു വെബ് സീരീസിന്. എന്ത് തോന്നുന്നു അഞ്ജുവിന്? ബാലയും സത്യം പറയാലോ, ഓൾറെഡി നമ്മുടെ കേരളത്തിന് ഒരു കപ്പൽ നിറയെ ദുരന്തങ്ങളുണ്ട് അല്ലേ. സത്യം പറഞ്ഞാൽ അതിൻ്റെ കൂടുതലൊരു അന്യ സംസ്ഥാനത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു ഭൂലോക പരാജയം കൂടെ വന്നു കഴിഞ്ഞപ്പം അങ്ങേരും അങ്ങോട്ട് 6 ഡസൻ ഭാര്യമാരും, അതാണ് കുറച്ച് നാളുകളായിട്ട് സത്യം സോറി പറയേണ്ടി വരികയാണല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫാമിലി ഉണ്ട്, ഫാമിലി ലൈഫുണ്ട്, പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സെലിബ്രിറ്റീസിൻ്റെയൊക്കെ എന്താ പറയുക, പ്രണയങ്ങളും അവരുടെ ഡിവോഴ്സും ഒക്കെ വാർത്തയായിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പീറ്റഡ്ലി ഒരു 4-5 വർഷമായിട്ട് ഈ ബാല കല്യാണം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് സത്യം പറഞ്ഞ സമൂഹത്തിന് സമാധാനക്കേടുണ്ടായി തുടങ്ങിയെന്ന് തോന്നുന്നു. അതൊക്കെ പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു നടനായിരുന്നു കേട്ടോ ഈ ബാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സമാധാനക്കേടായി കല്യാണം കഴിച്ചിട്ടും വരും എല്ലാ റീലുകളിലും എന്തെല്ലാം ഡാൻസ്. ആദ്യം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ബാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ബാലയുണ്ട്, ആദ്യത്തെ ഒരു ബാല അല്ലേ. വളരെ ഇഷ്ടമായിരുന്നു ആദ്യത്തെ ഒരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ആ സത്യം പറയല്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാർ സിംഗറിൽ അമൃത വരുന്നു. ആ സമയം തൊട്ടേ നമ്മൾ ഇവരെയൊക്കെ ഇങ്ങനെ കാണുന്നല്ലോ. ബാല അന്നൊക്കെ സംസാരിക്കും വളരെ മെച്ചൂർഡ്, നമ്മൾ കേട്ടിരിക്കില്ലേ, നമ്മൾ ഇരുന്ന് കേക്ക്. എന്ത് പക്വതയുള്ള മനുഷ്യനാണ്. വളരെ വേണ്ടുന്ന കാര്യങ്ങൾക്ക് ഒരു ചിരി ഉണ്ടായിരുന്നു അല്ലേ. ബാലയും അമൃതയും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂസ് തന്നെ എടുക്കുമ്പോൾ നമുക്കറിയാം നല്ല ഒരു ദാമ്പത്യ ജീവിതമുള്ള നല്ല 2 വ്യക്തികളായിരുന്നു. പക്ഷെ എന്ത് പെട്ടെന്നാണ് തകിടം പറഞ്ഞത്. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഈ നാർസിസ്റ്റ് അതാണ് നമ്മൾ സംസാരിക്കേണ്ടത് അല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്തരം വ്യക്തികൾ സമൂഹത്തെ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പൊതുധാരണയല്ലേ മാറ്റുന്നതെന്ന് ആലോചിക്കൂ. ബാല എന്ന് പറയുമ്പം എനിക്കും രഞ്ജനിക്കും ഒക്കെ മനസ്സിലുള്ളൊരു ബാലയുടെ ഒരു മുഖം, ആ ഒരു ഇന്നസെൻസ്. പക്ഷെ അതൊരു മുഖംമൂടിയാണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടിത്തിരിച്ച് പോണത് അല്ലേ. കാരണം അതൊരു ചേഞ്ച് അല്ല, ഓവറോൾ ഉണ്ടായ ഒരു ചേഞ്ച് ഒന്നുമല്ല. ബേസിക്കലി ഈസ് ലൈക്ക് ദാറ്റ്. അതാണ് അയാളുടെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയായിരുന്നു. പക്ഷേ എന്താണ്, കുറേ കരഞ്ഞു, കണ്ണീരിട്ടു. അപ്പോൾ ആദ്യത്തെ ഭാര്യ ഇപ്പം അമൃത സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ വളരെ സൈലൻ്റ് ആയിരുന്നു. പക്ഷെ അന്നേരം അമൃതയ്ക്ക് നേരിട്ടിട്ടുള്ള പോലെ ഒരു സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ എനിക്കൊക്കെ ദേഷ്യമായിരുന്നു കേട്ടോ. എൻ്റെ മനസ്സിൽ അന്നത്തെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമൃത കാരണമാണ് ഈ ബാല ഇങ്ങനെ ആയി എന്നൊക്കെയുള്ളൊരു ഫീൽ. സത്യമാണ്. ഒരു കുഞ്ഞിനെ അങ്ങനെയൊക്കെ ഇത്രയും കുഞ്ഞിനോടുള്ള സ്നേഹം അല്ലേ, പാപ്പു 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 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്നേഹമൊക്കെ ലാസ്റ്റ് ആ കുട്ടി ഒരിക്കൽ അങ്ങനെ അറ്റത്ത് എക്സ്ട്രീം ലെവൽ. ഒരു കുട്ടി അങ്ങനെ ആൺകുട്ടികൾ ചിലപ്പം ഇച്ചിരി എന്തെങ്കിലും പറഞ്ഞാലും പെൺകുട്ടികൾ എനിക്ക് മകളാണ്. അപ്പം മകളാകുമ്പോൾ അമ്മമാരുടെ അറ്റാച്ച്മെൻറ്റും ഒക്കെ അവരെപ്പോഴും അവളുടെ ലോകം എന്ന് പറയുമ്പോൾ അച്ഛനാണേ. പക്ഷെ അങ്ങനെ വരുന്നത് ആ ഒരു കുട്ടി അച്ഛനെതിരെ പരസ്യമായിട്ട് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സഹിച്ച് അപ്പം എനിക്ക് അന്നേരം അപ്പോഴും ഞാൻ എന്താണ് എൻ്റെ ബാലയോടുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു സ്നേഹം പഠിച്ചു വിചാരിച്ച് ഇനി വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ ആലോചിച്ചു സെക്കൻഡ് ഒക്കെ എലിസബത്ത് ഉദയൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, വൈ ഷീ ഈസ് സൈലൻറ്റ്. ഇതെല്ലാം അറിഞ്ഞിട്ടും അപ്പം പിന്നീട് ഈ ബാലയുടെ എപ്പിസോഡ് രണ്ടാമത് അമൃതയായിട്ടുള്ള ഇഷ്യൂസൊക്കെ വന്ന് പിന്നീട് അത് നമ്മൾ വാർത്തകളൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങ് മറന്നിരിക്കുമായിരുന്നു. പിന്നീട് വന്നത് എലിസബത്ത് എപ്പിസോഡാണ്, രണ്ടാമത് കല്യാണം കഴിഞ്ഞു. എലിസബത്ത് കം ഹിയർ എന്ന് ഞങ്ങളുടെ വീട്ടിൽ നായുണ്ട് കേട്ടോ, ഞാനിങ്ങനെ വിളിക്കാം ടുട്ടു കം ഹിയർ ടുട്ടു ഇങ്ങനെ വിളിക്കും. അയ്യോ അത് നമ്മൾ പറഞ്ഞുകൂടാത്തതാണ്. പക്ഷേ കൃത്യമായിട്ട് ഇപ്പൊ എലിസബത്ത് അത് പറയാതെ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെയായിരുന്നു, ഭയങ്കരമായിട്ടുള്ള പീഡനങ്ങളും കാര്യങ്ങളുമാണ് എലിസബത്ത് അനുഭവിച്ചിരുന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മൂന്നാറിൽ ഹണിമൂൺ ഈ ഇടയ്ക്കുള്ള വീഡിയോയിൽ പറയുന്നു, മൂന്നാറിന് ഹണിമൂൺ പോയപ്പോൾ കൂട്ടുകാരുമായിട്ട് തൊട്ടടുത്ത റൂമിൽ മദ്യപിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു പെൺകുട്ടിയുടെ ഒരു പ്രശ്നം മേ ബി ഷീ ഗോട്ട് ട്രാപ്ഡ് ആവാം. അത് എലിസബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ അത്ര ഒരു കാര്യങ്ങളൊന്നും അത്രയും ഷീസ് എ ഡോക്ടർ അല്ലേ, സൊസൈറ്റിയിൽ ഒരുപാട് നല്ല ഇതായിട്ട് നിൽക്കേണ്ട ഒരാളാണ്. അമൃതയുടെ കേസ് എന്ന് പറയുമ്പോൾ ഇന്ന് ബാലയെ കല്യാണം കഴിക്കുന്ന സമയത്ത് വളരെ ഒരു 18-19 വയസ്സുള്ള പെൺകുട്ടി, ഒന്നും അറിയില്ല. നോക്കുമ്പോൾ അപ്പുറത്തെ വശത്ത് സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന താര പരിവേഷം, നമുക്കും ഒക്കെ ആരാധന ഉള്ളൊരു നടൻ അല്ലെ. അങ്ങനെ നിൽക്കുമ്പോൾ അപ്പൊ എന്നെ കല്യാണം കഴിക്കുന്നു പ്രപ്പോസ് ചെയ്തു എന്ന് പറയുന്നു. താര പരിവേഷമുള്ള പല കുടുംബങ്ങളും ഇത്തരത്തിലുണ്ട്. കാരണം ഇവർക്ക് പെട്ടെന്ന് ഈ ഒരു ബന്ധങ്ങളിൽ നിന്ന് വേർപെടാൻ പറ്റത്തില്ല. കാരണം അത് ഒരു സൊസൈറ്റി മുഴുവനും അവർ ഏറ്റെടുക്കും. അവർക്ക് ഇരുവർക്കും അത് പ്രശ്നമുണ്ടാകുന്ന കാരണങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ സെലിബ്രിറ്റീസിൽ നമ്മൾ നോക്കുമ്പോൾ കുറേ പേര് നല്ല ഒരു റോൾ മോഡൽസ് അല്ലേ. ഒന്ന് ചാക്കോച്ചൻ അല്ലേ, വളരെ ഒരു ഇതുമില്ല. പിന്നെ നമ്മുടെ ജഗദീഷ് ആക്ടർ, അങ്ങനെയൊക്കെ കുറേ പേരുണ്ട്. പക്ഷേ ഇത് നോക്കുമ്പം അമൃതയപ്പം നമുക്ക് ആ ഒരു സൈഡ് മാറ്റി വയ്ക്കാം. കാരണം ആ ഒരു ഏജിൽ സംഭവിച്ച ഒരു ഇതാണെന്ന് പറയാം. പക്ഷെ എലിസബത്ത് എന്ന് പറയുമ്പോൾ കുറേ കൂടെ പക്വതയുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അവിടെയാണ് അവർ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലേക്ക് പോയി അല്ലേ. ഒരു വിവാഹം ലീഗലി ഇപ്പൊ ഇന്ന് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, റിംഗ് എക്സ്ചേഞ്ച് ചെയ്തു പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു. അതെ റിംഗ് എക്സ്ചേഞ്ച് ബാലയുടെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവർ ലിവിങ് ടുഗദർ ആണെന്ന് അറിയുന്നില്ല കേട്ടോ. രണ്ടാമത് ബാല വിവാഹം കഴിച്ചു എന്നുള്ള രീതിയിലായിരുന്നല്ലോ മീഡിയാസ് തൊട്ടും എല്ലാവരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീടാണ് അറിയുന്നത് ലിവിങ് ടുഗദർ മാത്രം, ലീഗലി യാതൊരു
അത് ബാല പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. എലിസബത്ത് ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു, 3 ആഴ്ച മാത്രമേ ആ ബന്ധം ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ കോകില പറയുന്നുണ്ട്. അല്ല, അത് എലിസബത്ത് അക്സെപ്റ്റ് ചെയ്തു. സെക്കൻഡ് മാരേജ് ആണെന്ന്. എലിസബത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ തന്നെ ഡിവോഴ്സ് എന്നുള്ള പ്രൊഫൈൽ. അത് കണ്ടിട്ടാണ് ബാല സ്നേഹിച്ചത്. ഈ ഡിവോഴ്സിന് എല്ലാ പിന്തുണ നൽകിയതും എന്താ ബാല തന്നെയായിരുന്നു. അപ്പോ ഇയാള് ഇവിടെ കേരളത്തിൽ വന്നിട്ട് 2 മലയാളി പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഏകദേശം തീരുമാനമാക്കിയിട്ട് ആദ്യത്തെ ഒരു കല്യാണം ഉണ്ടെന്ന് അമൃത പറയുമ്പോഴാണ് നമ്മൾ 4ാമത്തെ ഘട്ടമാണെന്ന് തോന്നി ഇപ്പൊ കോകില അല്ലേ. ഇനി ബാക്കി വേറെ പറയാറില്ല. അതുകൊണ്ട് 1/2 ഡസൻ ഭാര്യമാരെ കാരണം കേരള സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ബാലയും ബാലയുടെ ഭാര്യകളെ എന്ന് നോക്കിക്കഴിഞ്ഞാലും മീഡിയാസ് ഞാനൊക്കെ ആലോചിക്കും മൊബൈൽ തുറന്നൊന്നും സമാധാനമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കാം. ഇപ്പൊ പറയുന്ന ഇവർക്കൊരു പ്രത്യേക ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. അതില് പല ഈ എലിസബത്ത് ഇപ്പൊ പറയുന്നത് എത്രമാത്രം ശരിയുണ്ടെന്ന് നമുക്കറിയില്ല. എന്ത് തന്നെയാലും പറയുമ്പോ ഒരു വലിയൊരു ഭീകരവാദിയായിട്ട് നമുക്കിപ്പോ ബാല അതിനൊപ്പം തന്നെ ഈ ബാലയൊക്കെ അങ്ങനെയാണ്. എന്തിനാ ഈ ബാല? ഞാൻ എപ്പോഴും ആലോചിക്കും നമുക്ക് ഈ ബാലയുടെ ജീവിതം അല്ലെങ്കിൽ ബാലയുടെ ഭാര്യമാരെ ഈ ഒരു കഥ ഇവരുടെ ഈ ഒരു എന്താ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അലക്കല് ഇത് കണ്ടിട്ട് ഈ പൊതുസമൂഹത്തിന് എന്ത് നേടാനാ? CA വിദ്യാർത്ഥി 2017 മരിച്ച മിഷേൽ ഷാജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഫ്ലവേഴ്സിൽ SKന്റെ ഷോയിൽ മാതാപിതാക്കൾ പറഞ്ഞ പേരുകൾ എലിസബത്ത് ബാലയോടൊപ്പം താമസിച്ചിരുന്നപ്പോ കേട്ടിട്ടുണ്ട് എന്നുകൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മോൺസൺ ആ ഒരു വിഷയവും എല്ലാം എലിസബത്ത് ഇപ്പോൾ പറയുമ്പം ബാല ഇങ്ങനെയൊക്കെയാണോ? കാരണം നമ്മൾ കാണുന്ന ഒരു ബാല വളരെ ആ ഒരു ഇതെന്ന് പറയുമ്പോൾ വളരെ ഇതല്ലേ, ആ ഒരു സൈഡ് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ, പുറമേ നിൽക്കുന്നവർക്ക് അറിയില്ല. കേസ് കൊടുത്തിട്ടുണ്ട് എലിസബത്തിനെതിരെയും ചെകുത്താനെതിരെ. അല്ല, ഇതെല്ലാം നീണ്ടു പോകും. വേറൊരു കാര്യമുണ്ട്, ഈ ബാലേനെ ശരിക്കും യൂട്യൂബേഴ്സിനെ കൂടെ നമ്മൾ പറയണം കേട്ടോ. ബാലേനെ ഈ ഒരു ബാല എന്ന് വെച്ചാൽ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞ് ഈ ഓൺലൈൻ മീഡിയാസ് മുഖ്യധാര മാധ്യമങ്ങൾ ഞാൻ മനോരമ, മാതൃഭൂമി പോലെയുള്ള പത്രമുത്തശ്ശിമാര് മിനിറ്റ് ഇടവിട്ടിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രശ്നം കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ബാലയും ബാലയുടെ ഭാര്യമാരുമാണോ? ഇവിടെ കേരളം അഭിമുഖീകരിക്കുന്ന എന്തോരം പ്രശ്നങ്ങളുണ്ട്. മീഡിയാസ് ഒന്നും വേണ്ട, ബാല. അപ്പോൾ മീഡിയ അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ബാല എന്നുള്ളൊരു സെലിബ്രിറ്റിനെ ഇത്രയും വലിയ ഇതാക്കി വെക്കണേ. ബാല എന്തുവാണ് 4-5 സിനിമകളിൽ അഭിനയിച്ചതിന് അപ്പുറം ബാല എന്തുവായി സൊസൈറ്റിക്ക് ചെയ്തത്? ഒന്നുമില്ലല്ലേ. ഞാൻ എപ്പോഴും ആലോചിച്ച് നോക്കും, ഇവിടെ സാധാരണ പാവം നമ്മൾ കഷ്ടകാലത്തിലൊന്ന് മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാല ആദ്യത്തെ ഭാര്യ വരുന്നു, ബാലയ്ക്കെതിരെ പറയുന്നു, പിന്നെ ബാലയുടെ സമ്മേളനം. ഇത് മാത്രം മീഡിയാസിന് പറഞ്ഞു കേസ് ഫയൽ ചെയ്ത് ഞാൻ വിചാരിച്ചു കേസ് കൊടുക്കുമ്പോഴത്തേന് ഇനി എലിസബത്തിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എലിസബത്ത് വളരെ ബോൾഡായിട്ട് അടുത്ത വീഡിയോ ഇറക്കിയിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്യും ഇത്. കാരണം എന്താണ് ഇപ്പൊ ഇവർക്ക് അല്ല, ഇന്നലെ അടുത്ത വീഡിയോ ഇറക്കിയപ്പോ തന്നെ ബാല ഇന്നലെ കരഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ഇറക്കി. അത് കണ്ടില്ലേ? ഞാൻ എലിസബത്തിനെ എനിക്ക് ഇഷ്ടമാണ്, കണ്ടില്ലേ? ഞാൻ നോക്കാറില്ല, കാരണം എനിക്ക് ബാലയുടെ ഒന്നും ഞാൻ കൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് വേറെ പ്രൊഡക്റ്റീവായിട്ട് ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. എന്തെങ്കിലും ചർച്ചയ്ക്ക് ഇതായതുകൊണ്ട് എനിക്ക് ഞാൻ രഞ്ജിനി സത്യം നമ്മുടെ ഒരു എന്ത് കാര്യം അയാൾ ആരെയോ കെട്ടട്ടെ. ഈ പെണ്ണുങ്ങളും സത്യം പറഞ്ഞാൽ ഓരോ പെൺകുട്ടികളും ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുമ്പോഴും അല്ലേ അത്യാവശ്യം ഷീസ് എ ഡോക്ടർ. സൊസൈറ്റിക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയും പക്വതയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ശരിക്കും നമ്മൾ ഈ ഒരു ചർച്ച തന്നെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് കാപട്യങ്ങൾ ഇന്നത്തെ പ്രണയത്തിലും ഇന്നത്തെ ജീവിതങ്ങളിലും ഒക്കെ ഉണ്ടാവും. വളരെ ബോൾഡായിട്ട് നിന്ന് സ്ത്രീ മുന്നോട്ട് പോകണം. നാർസിസം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്. അപ്പം വേറൊരു കാര്യം കൊണ്ടുണ്ട്, ഇപ്പൊ ഡിവോഴ്സി ആയി കഴിയുമ്പോൾ സൊസൈറ്റി പറയാം ആണിന്റെ സൈഡ് നോക്കത്തില്ല. നമ്മൾ ഒരു ദിവസം ചർച്ച ചെയ്യേണ്ടത് ഇത് തീരത്തില്ല. ബിക്കോസ് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. പുറമേ നോക്കുമ്പോൾ ഇപ്പൊ എങ്ങനെയാണ് കുറെ യൂട്യൂബിൽ വാർത്തകൾ വരുന്നു, അല്ലെങ്കിൽ ഇതിപ്പോ നമുക്ക് നോക്കുമ്പോൾ 2 ചേരിയായിട്ട് നിന്നിട്ടുള്ള അവിടെ കമന്റ്സ് കാണാൻ പറ്റും. കുറേ പേര് ബാലയ്ക്ക് അനുകൂലം, കുറേ പേര് എലിസബത്തിന് അനുകൂലം. ചേരികളാണ്. എന്ത് കാര്യമാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവനവന്റെ വീട്ടിൽ അന്നം പുകയണം, അല്ലെങ്കിൽ അടുപ്പ് കത്തണമെങ്കിൽ ജോലിക്ക് പോകണം. ബാല കൊണ്ട് കൊടുക്കില്ല, കഴിയാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അവർ ഏത് നിമിഷം എങ്ങനെ മാറുമല്ലേ? അഞ്ജുവിന് അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എപ്പോ വേണമെങ്കിലും അവരുടെ മനസ്സിൽ അവര് ഭയങ്കര മുഖംമൂടി ഇടുന്നവരാണ്. കാരണം അവരുടെ കൂടെ ജീവിക്കുന്നവര് സത്യം ജീവിതത്തിൽ ഏറ്റവും സെൽഫ് സെന്റേർഡ് ആണ്. അവർക്ക് അവരോട് മാത്രമേ ഇഷ്ടമുണ്ടാവൂ. പിന്നെ അവർ കള്ളം പറയാൻ ഏറ്റവും അങ്ങേറ്റം അവരുടെ ന്യായം, അവർ ചെയ്യുന്ന പ്രവൃത്തിനെ എങ്ങനെയും അവർ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. മറുപക്ഷത്തിന് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ കണ്ടില്ലേ ബാലയുടെ പ്രശ്നം വെച്ചാൽ ബാല ഒരുപാട് വെട്ടുകിളികളെ വിലക്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സൈബർ. കാരണം കാശ് എറിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര രീതിയിൽ നമുക്കറിയാം അമൃതേനെയൊക്കെ സൊസൈറ്റി കണ്ടിരുന്ന ഒരു പേരുണ്ട്. അമൃതയുടെ ആ ഒരു ഗോപി സുന്ദർ വിവാഹം വന്ന സമയത്തൊക്കെ അമൃത എന്തിട്ട് കഴിഞ്ഞാൽ അതും എലിസബത്ത് പറയുന്നു. അമൃതയുടെ കല്യാണ സമയത്ത് ബാല കരയുമായിരുന്നു. ബാലയ്ക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഗോപി സുന്ദറുമായിട്ടുള്ള കല്യാണ സമയത്ത് ബാല ഭയങ്കര
ഇമോഷണലി ഡൗൺ അല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ബാല എന്ന് പറയുമ്പോൾ എലിസബത്തിനെ കല്യാണം കഴിക്കുന്ന ഒരു വാശിപ്പുറത്താന്ന് തോന്നുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ്. കാരണം ബാലയ്ക്ക് ആരോടും ഒരു സ്ഥിരമായിട്ടുള്ള സ്നേഹം ഉണ്ടായില്ല. ഇത്രയും ദേഷ്യത്തിൽ പോയി കേസ് കൊടുത്ത വെട്ടി ഇന്നലെ വൈകുന്നേരം വേറൊരു വീഡിയോ ഇട്ടിരിക്കുന്നു. എലിസബത്തിനെ എനിക്ക് ഇഷ്ടമാണ്, എന്നെ നോക്കിയിട്ടുണ്ട്, എന്നെ ലിവർ ഇത് സർജറി വന്നപ്പോൾ നോക്കിയിട്ടുണ്ട്, ഇത് പലരുടെയും ഇതിന്റെ പ്രകോപനത്തിലാണ് എലിസബത്ത് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇന്നലെ വേറൊരു വീഡിയോ, ഇമോഷണൽ വീഡിയോ. എനിക്ക് തോന്നുന്നു ഈ മീഡിയാസൊക്കെ പുള്ളിക്കാരനെ ഈ ഒരു ഇങ്ങനെ ചെയ്യണേക്കാളും എല്ലാവരും സൊസൈറ്റി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇയാൾക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? ഇപ്പൊ പല പറയുന്ന എലിസബത്തിനാണ് ട്രീറ്റ്മെന്റ് വേണമെന്ന്, വീട്ടുകാർക്ക് അതറിയാം, എന്തുകൊണ്ട് വീട്ടുകാർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല എന്ന്. ഞാനായിരുന്നെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്തത് എന്നൊക്കെയാണ് ഇന്നത്തെ ഇത്. വഴിതെറ്റി പോണ 41 പേര് പോയിട്ട് 40 പേര് വഴിതെറ്റി പോയി, ഒരാൾ മാത്രം പറയുമ്പോൾ ഞാൻ എനിക്കല്ല തെറ്റത് 40 പേർക്കാണെന്ന് പോലെയാണ് ബാലയുടെ കാര്യങ്ങളൊക്കെ. അത് തന്നെ എനിക്ക് ചുറ്റുമുള്ളവർ പറയാണ് നീ ഇങ്ങനെയാണ്, നീ ഇന്നതാണെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് സ്വയം ചിന്തിക്കുക നമ്മളുടെ ഭാഗത്ത് എന്ത് തെറ്റെന്നുള്ളത്. അല്ലാതെ നമ്മളെല്ലാം ശരിയാണ് എന്ന് പറയുന്നത് ഒരാളല്ലല്ലോ പറയുന്നത്. അത് എനിക്ക് പക്ഷേ ഇതിലൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ബാലേനെ ഇപ്പോൾ എലിസബത്ത് ആണെങ്കിലും ഇനി ആരെങ്കിലും ഒരു സൈഡ് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഇതിനി വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കും. അവിടെ കോകില ഒരു പ്രഗ്നന്റ് ആണെന്ന് പറയുന്നുണ്ട്, കല്യാണം കഴിച്ച ഇനി അവിടെ വഴിക്കങ്ങ് വിട്ടുകൊടുക്കുക. എനിവേ എലിസബത്തിന്റെ പാർട്ട് ആ അധ്യായം ക്ലോസ്ഡ് ആയി അല്ലെ? എലിസബത്ത് സൈലന്റ് ആയിരുന്നു, ഇല്ല വായിലിട്ട് വിരലിട്ട ഒരു അവസ്ഥയാണ്. അത് യൂട്യൂബേഴ്സ്, അത് അമൃത അങ്ങനെ ആയിരുന്നല്ലോ. കാരണം അമൃതയുടെ മകള് ഒന്നും വേണ്ടിയിട്ടില്ലായിരുന്നു, പക്ഷെ എന്നും അമൃത ഏത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇട്ട് കൊടുക്കും. അതെ, പുള്ളിക്കാരുടെ എനിക്ക് തോന്നുന്നു ക്യാരക്ടർ വെച്ചാൽ പുള്ളിന്റെ ഭയങ്കര പകയാ. പുള്ളിക്കെന്ന് പറയുമ്പോൾ പുള്ളിയിൽ നിന്ന് അമൃത പോയപ്പോൾ തൊട്ടുള്ള ഒരു പകയുണ്ട്. അമൃത ജീവനും കൊണ്ട് രക്ഷപ്പെട്ടല്ലോ, അപ്പൊ തൊട്ട് ഒരു പക വന്നിട്ട് ആ വാശിപ്പുറത്താണ് ബാലയുടെ രണ്ടാം കല്യാണം. പക്ഷേ പുള്ളി ബാല ഒരിക്കലും അമൃതയെ കളയണമെന്നോ അല്ലെങ്കിൽ അമൃത ഉപേക്ഷിക്കണം അങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥ കാണത്തില്ല. കാരണം അപ്പോഴത്തെ പ്രായത്തിൽ അപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തൊക്കെയോ വഴിതെറ്റിപ്പോയ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ മദ്യപാനം ഒക്കെ ആയിരിക്കാം മനുഷ്യനെ ആ രീതിയിൽ. ബാല നമ്മുടെ അമൃത തുറന്ന് പറച്ചിൽ വെച്ച് കേട്ട് കഴിഞ്ഞാൽ ആർക്കാണ് അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അങ്ങേറ്റം കുപ്പി കൊണ്ട് അറിയുന്നു ഒക്കെ അല്ലേ. അയാളുടെ ട്രാക്ക് അങ്ങോട്ട് മാറി. എനിക്കോട് ലഹരിയുടെ അടിമ, മദ്യപാനത്തിന് അടിമയൊക്കെ നമുക്ക് ആലോചിച്ചു. ആ ഒരു പ്രായത്തിൽ കരളിന് ലിവർ സിറോസിസ് ആയിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് കരള് മാറ്റി വെച്ചു, നമ്മളൊക്കെ പ്രാർത്ഥിച്ചു അല്ലേ? പക്ഷെ ഇപ്പോൾ എനിക്കറിയില്ല, ഇത് വലിയൊരു സാമൂഹിക കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട് ബാല. തുറന്നു നോക്കി കഴിഞ്ഞാൽ ബാലയും ബാലയുടെ 6 ഡസൻ ഭാര്യമാരും. അടുത്ത കേസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ നല്ല നമുക്ക് എന്താ പറയാ, കുറച്ചൊക്കെ ചിരിക്കാനുള്ള വകയായി മാറിയല്ലേ? അതെ അതെ അതെ, നമുക്ക് ചിരിക്കാം, പക്ഷെ അനുഭവിക്കുന്നവർക്ക് അതേ ഉള്ളൂ. പക്ഷേ ബാല ഒന്ന് ചിന്തിക്കുക, ഇത് പക്ഷെ എനിക്ക് പറയാനുള്ള ഇത് ചിരിക്കത്തേ ഉള്ളൂ. ബാലയുടെ ജീവിതമാണ്, ബാലയുടെ ഫാമിലിയാണ്, ബാലയാണ് അതിന്. അല്ല, ഇതൊക്കെ ഒരു ലെസണായിട്ട് പെൺകുട്ടികൾ എടുത്തെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വലിയ പരിവേഷം അല്ലെങ്കിൽ ഒരു ഗായകനാകാം, ഒരു സെലിബ്രിറ്റി ആണ്. നിങ്ങൾ ഒരിക്കലും ആ ഒരു സെലിബ്രിറ്റി നോക്കിയല്ല, ട്രാപ്പിലാണ് ശരിക്കും വീഴാതിരിക്കുക. ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ലൈംലൈറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സണാലിറ്റി അല്ല. വീണോട്ടെ, നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിതമാണെങ്കിൽ ഉടനെ തന്നെ ആ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുക. ഇത്തരത്തിലുള്ള വ്യക്തികളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ അവസാനം അല്ല, അതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് രഞ്ജിനി. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാല ഇവരെ ട്രീറ്റ് ചെയ്ത രീതി പറയുന്നുണ്ട് എലിസബത്ത് അല്ലേ? എലിസബത്തിനെ നോക്കുമ്പോൾ ബാല നോക്കുമ്പോൾ എന്താണ്, കൂടെ താമസിക്കാൻ വിളിക്കുന്നു, കൂടെ വന്ന് താമസിക്കുന്ന ഒരു പെണ്ണ് എന്നതിനപ്പുറം അവിടെ ലീഗലി പോലും ഒരു ഭാര്യ എന്നുള്ള വില അയാൾ കൊടുത്തിട്ടില്ല. ഇത് ഓരോ പെൺകുട്ടികളും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കിപ്പം പറയാം ഒരു യൗവനത്തിന്റെ തളപ്പിൽ ലിവിങ് ടുഗദർ അങ്ങനെയാണെന്നൊക്കെ പറയും ഭയങ്കര ഇതായിട്ട്. പക്ഷെ ഒരു വിവാഹത്തിൽ നിന്ന് അപ്പുറം ലിവിങ് ടുഗദർ എന്ന് പറയുമ്പം ആണിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് കൂടെ താമസിക്കുന്നതിന് അപ്പുറം പല ആണുങ്ങൾക്കും സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ പിന്നീട് അറിയുന്ന വാർത്തകളിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പം ഈ ഒരു പെൺകുട്ടികളും കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടെയാണ്. പലരും അത് പറയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഹീസ് എൻ ആസ് എ പേഴ്സൺ, പക്ഷേ അത്തരം ആളുകളുടെ ട്രാപ്പിൽ നമ്മൾ പോയി പെടാതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാരണം, ഇങ്ങനെ ഒരു ലീഗലി ബാലയുടെ കൺമുന്നിൽ എന്തുവാണ് അമൃതയ്ക്ക് കൊടുക്കുന്നിടത്തുമല്ല, ബാല എലിസബത്ത് എന്ന് പറയുമ്പോൾ ഡോക്ടറായിട്ട് പോലും വിളിച്ചു വന്ന് കൂടെ താമസിക്കുന്നു എന്നുള്ള ലെവലിൽ വന്ന ഒരു സ്ത്രീയായി മാറി അല്ലേ? ശരിക്കും ഒന്ന് ആലോചിക്കുക, അതാണ് അവിടെ ഓരോ പെൺകുട്ടികളും പഠിക്കേണ്ട ഒരു ഏറ്റവും വലിയൊരു പാഠം. അവരത്രയും നല്ലൊരു ഡോക്ടറാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഒക്കെ ആയിട്ട് പോലും അവർക്ക് പ്രശ്നം പറ്റി, അവർ വരെ ട്രാപ്പിലായിപ്പോയി എന്ന് പറയുമ്പോൾ സാധാരണ സ്ത്രീകളുടെ കാര്യം പറയണോ? അപ്പോൾ അത് പെൺകുട്ടികൾ, ഞാൻ പറഞ്ഞ ഈ ഒരു ലെസൺ ഈ ഇവരുടെ ലൈഫിൽ നിന്ന് പെൺകുട്ടികൾ ഉൾക്കൊള്ളേണ്ട പാഠം ഇത്രയേ ഉള്ളൂ അല്ലേ? മിന്നുന്നതല്ല പൊന്നല്ല, അത് നമ്മുടെ ലൈഫ് പോയി കഴിഞ്ഞാൽ ആരും സഹായിക്കാൻ വരില്ല. ഇതുപോലെ ഇപ്പോൾ എലിസബത്തിന് നമ്മൾ കണ്ടിരുന്നൊരു വലിയൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു എലിസബത്തിന്. അത് പാവം കേട്ടോ. ഇപ്പം ആൾക്കാരുടെ ഒരു കമൻസൊക്കെ കാണുമ്പോൾ വലിയൊരു വിഷമമുണ്ട്. വൈ ഷീ ഈസ് ലൈക്ക് ദാറ്റ്, എന്തുകൊണ്ട് പാവം, അതിന് ഇനി സൈലൻ്റ് ആയിരിക്കണം എനിക്ക് എലിസബത്തിനും നല്ലതെന്ന് തോന്നുന്നു.